നമ്മളുടെ പ്രബോധനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയും, ദുഷ്ടനെ എതിർക്കരുത്. വലത്തു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടി 2 മൈൽ ദൂരം പോവുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. ഈ വചനങ്ങൾ ഞങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നമ്മളിൽ ഇപ്പോഴും പൂർണ്ണമായ വിശുദ്ധി ഇല്ലെങ്കിൽ നമ്മൾ ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. എവിടെയാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം. കണ്ടോ, യോഹന്നാൻ 15:3. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. ഞാൻ ക്ലിയറാണത്, ക്ലിയറാണ് ഞാൻ. ഓക്കെ, നമ്മൾ വിശുദ്ധ അഗസ്തീനോസിന്റെ ഇന്റർപ്രിറ്റേഷൻ ആയിരുന്നു നമ്മൾ ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു നിർത്തിയത്. നമ്മൾ അതൊന്നുകൂടി വായിക്കുന്നു. വളരെ പ്രധാനമാണ്. മുഴുവനായി പകരം നൽകാവുന്ന മറ്റുള്ള ദ്രോഹങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് പണസംബന്ധം, മറ്റേത് ജോലി സംബന്ധം. ഇതിലാദ്യത്തേതിനെ പറ്റി അവിടെ ഇങ്ങനെ പറയുന്നു, നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. പ്രതികാരമല്ലാതെ പകരം നൽകാൻ അംഗീകരിക്കാത്ത ദുഷ്ടരുടെ ദ്രോഹങ്ങളെ തടയാൻ ഇത് ഉപയോഗിക്കുന്നു. ഈ ഉപമയിൽ ഉടുപ്പ് എന്നത് പകരം നൽകാൻ അംഗീകരിക്കുന്ന ദ്രോഹത്തെ സൂചിപ്പിക്കുന്നു. ഉടുപ്പ് എന്നത് ആദ്യത്തേത് പോലെ ഇതും ബാഹ്യ പ്രവൃത്തിയെ അല്ല, ഹൃദയ പരിവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് മനസ്സിലാക്കി, മോശയുടെയും പഴയ നിയമങ്ങളെല്ലാം ബാഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഉദാഹരണം, കൊല്ലരുത്. എന്നാൽ ഈശോ പറയാണ്, നിന്റെ സഹോദരനോട് കോപിക്കുന്നവൻ അതേ പാപ ചെയ്യണത്. കണ്ടോ, അത് ഹൃദയത്തിന്റെ അവസ്ഥയാണ്. അപ്പോൾ ഈശോ വന്നിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആന്തരികമായ അവസ്ഥയിൽ മാറ്റം വരുത്തിയാലേ നമ്മുടെ ജീവിതത്തിന് സമാധാനവും സന്തോഷവും ഉണ്ടാവുള്ളൂ. ബാഹ്യമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ പോരാ. എന്നാൽ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് ബാക്കിയുള്ളതൊക്കെ സംഭവിക്കുന്നത്. ആ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവസ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ ആ ദൈവസ്നേഹത്തിൽ നിന്നാണ് പിന്നെ നമ്മുടെ അധരത്തിലൂടെ വരുന്ന കാര്യങ്ങളെല്ലാം. ആ ദൈവസ്നേഹം പരിശുദ്ധാത്മാവിലൂടെയും ഈശോയിലൂടെയുമാണ് നമ്മൾക്ക് കിട്ടുള്ളൂ. വേറെ ആരിലൂടെയും കിട്ടില്ല. അത് യേശു തന്നെ ആകുന്ന ആ വാക്കിലൂടെയാണ്. യോഹന്നാൻ 14:19 എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വരികയാണ്. ഐ ക്യാൻ സീ, അതിങ്ങനെ എഴുതി വരുന്നത് എനിക്ക് കാണാം. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങൾ ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്നു. ഈശോ പറയാണ്, ഞാൻ ജീവിക്കുന്നു. എവിടെയാ ഞാൻ ജീവിക്കണേ? ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്നു. ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ അഗസ്തീനോസ് അവസാനം ഈ പാരഗ്രാഫിൽ സൂചിപ്പിക്കുന്നത് ബാഹ്യ പ്രവൃത്തിയെ അല്ല, ഹൃദയ പരിവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഈ ഉടുപ്പെന്ന് പറയുമ്പോഴും ഇതൊക്കെ പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ളതാണ്. അതല്ല, നമ്മുടെ വസ്ത്രങ്ങളെ സംബന്ധിച്ച് പറയപ്പെട്ടത് എല്ലാ കാര്യങ്ങളിലും സൂക്ഷിക്കണം. ലൗകിക വസ്തുക്കളിൽ നമ്മുടെ അവകാശപ്പെടുന്ന എല്ലാ വസ്തുക്കളിലും സൂക്ഷിക്കണം. എന്തെന്നാൽ ജീവിതത്തിലെ അത്യാവശ്യ വസ്തുക്കളെ കുറിച്ചാണ് ഈ കൽപ്പനയെങ്കിൽ ഉപരിപ്ലവങ്ങളും ആലങ്കാരികങ്ങളുമായ വസ്തുക്കളെ കുറിച്ച് കൂടുതൽ ബാധകമാണ്. അതാണ് നിന്നോട് വ്യവഹരിച്ച് എന്ന് അവിടെ നിന്ന് പറയുന്നത്. നിന്നോട് വ്യവഹരിച്ചു. വ്യവഹരിക്കപ്പെടാവുന്ന എല്ലാ വസ്തുക്കളെയും അവിടെ നിന്ന് സൂചിപ്പിക്കുന്നുവെന്ന് വ്യക്തമാണ്. നമ്മെ വ്യവഹാര വിധേയരാക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്താൻ അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നു. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ചു.
ഇത് അടിമകളെക്കുറിച്ച് മനസ്സിലാക്കണമോ എന്ന ചോദ്യമുണ്ടാകാം. എന്തെന്നാൽ ക്രൈസ്തവൻ തൻ്റെ കുതിരയെ എന്ന പോലെ അടിമയെയും സ്വന്തമാക്കരുത്. അതാണ്, കുതിര കൂടുതൽ വിലയുള്ള ആകാമെങ്കിലും നിന്നിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നവനേക്കാൾ മയമുള്ള ഉടമയാണ് നീയെങ്കിൽ നിന്റെ ഉടുപ്പ് എന്ന പോലെ നൽകണമോ എന്ന് എനിക്കറിയില്ല. കച്ചവട മനോഭാവത്തെയാണ്. അപ്പൊ അവിടെ പറയുകയാണ്, ക്രൈസ്തവൻ തൻ്റെ കുതിരയെ എന്ന പോലെ അടിമയെയും സ്വന്തമാക്കരുത്. അപ്പൊ കുതിരയെ കച്ചവടം ചെയ്യുന്ന മാതിരി ആ കാലഘട്ടങ്ങളിൽ അടിമകളെ കച്ചവടം ചെയ്തിരുന്നു. ഒരു ക്രൈസ്തവൻ അങ്ങനെ ചെയ്യരുത്. കുതിര കൂടുതൽ വിലയുള്ളതാകാമെങ്കിലും ഒരടിമയേക്കാൾ വിലയായിരിക്കും കുതിരയ്ക്ക് ഒരു മനുഷ്യനേക്കാൾ വില. നിന്നിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നവനേക്കാൾ മയമുള്ള ഉടമയാണ് നീയെങ്കിൽ നിന്റെ ഉടുപ്പ് എന്ന പോലെ നൽകണമോ എന്നെനിക്കറിയില്ല. അവിടെ ഒരു ക്വസ്റ്റ്യനാണ് അവിടെ. ഇനി നമുക്ക് പിന്നീട് അതിനെ മനസ്സിലാക്കാം. വിശുദ്ധ ക്രിസോസ്തോം പിതാവ് പറയുന്നത് ഇതാണ്: ഒരു വിശ്വാസി അവിശ്വാസിയായ ജഡ്ജിയുടെ മുമ്പിൽ നിൽക്കുന്നത് യോഗ്യമായ പ്രവൃത്തിയല്ല. ലൗകികനാകേണ്ട വിധത്തിൽ ലൗകികനായിരിക്കുന്ന ഒരുവൻ തൻ്റെ വിശ്വാസ യോഗ്യത മൂലം നിന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം മൂലം നിന്നെ വ്യവഹാരത്തിൽപ്പെടുത്തിയാൽ നിനക്ക് ലോകകാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ യോഗ്യ നഷ്ടം വരും. കൂടാതെ ഓരോ വ്യവഹാരവും ഹൃദയത്തെ വിക്ഷോഭിപ്പിക്കുകയും മോശമായ ചിന്തകളെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിനക്കെതിരെ അസത്യമോ കൈക്കൂലിയോ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നീ ആദ്യം അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും അത് സംഭവിക്കും. വിശുദ്ധ അഗസ്തീനോസ് ഭൗതിക വസ്തുവിന് വേണ്ടി മറ്റുള്ളവരുമായി വ്യവഹരിക്കരുതെന്ന് കർത്താവ് തന്റെ ശിഷ്യരോട് കൽപ്പിക്കുന്നു. അത്തരം കേസുകൾ സഹോദരന്മാർ തമ്മിൽ പറഞ്ഞു തീർക്കണമെന്ന്, അല്ലെങ്കിൽ മധ്യസ്ഥരായ സഹോദരന്മാർ വഴി തീർക്കണമെന്നും അപ്പസ്തോലൻ പറഞ്ഞിട്ടുണ്ട്. സഭയെ കൂടാതെ നടത്താൻ പാടില്ലെന്ന് കർശനമായി വിലക്കുന്നുണ്ട്. ദുർബലത ക്ഷമിക്കത്തക്കതാണെന്നത് വ്യക്തമാണ്. വിശുദ്ധ ഗ്രിഗറി ഇത്രയും കാലം സഹിച്ച് കൊടുക്കേണ്ടി വന്നാൽ നമ്മുടെ ലൗകിക വസ്തുക്കൾ പിടിച്ചു പറിക്കുന്നു. എന്നാൽ തടയേണ്ടവരുണ്ട്. അത് പരസ്നേഹത്തിന്റെ നിയമം ലംഘിക്കാതെ ആയിരിക്കണം. നമ്മുടേത് പിടിച്ചു പറിക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടേത് പിടിച്ചു പറിച്ച് നശിക്കാതിരിക്കാൻ വേണ്ടിയും നമ്മിൽ എടുക്കുന്ന ജീവനില്ലാത്ത വസ്തുക്കളെ രക്ഷിക്കാൻ എന്നതിനേക്കാൾ കൂടുതലായി നമ്മെ പിടിച്ചു പറിക്കുന്നവരെ ഭയപ്പെടണം. അയൽക്കാരനുമായുള്ള സമാധാനം ലൗകിക വസ്തുക്കളെ കുറിച്ച് ഉപേക്ഷിക്കപ്പെടുമ്പോൾ നാം നമ്മുടെ അയൽക്കാരനേക്കാൾ കൂടുതലായി വസ്തുക്കളെ സ്നേഹിക്കുന്നു എന്നത് വ്യക്തം. അതാണ്, അയൽക്കാരനുമായുള്ള സമാധാനം ലൗകിക വസ്തുക്കളെ കുറിച്ച് ഉപേക്ഷിക്കപ്പെടുമ്പോൾ നാം നമ്മുടെ അയൽക്കാരനേക്കാൾ കൂടുതലായി വസ്തുക്കളെ സ്നേഹിക്കുന്നു എന്ന് വ്യക്തം. ഇപ്പൊ മനസ്സിൽ വരുന്നത്, പിശാച് ബാധിതരെ ഈശോ സുഖപ്പെടുത്തുന്ന സമയത്ത് പിശാച് ചോദിച്ചു, ഞങ്ങൾ ആ പന്നിക്കൂട്ടത്തിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ 2000-ഓളം പന്നികളിലേക്ക് അത് ചെന്നിട്ട് ആ പന്നികളെ കുതിച്ച് ഓടി അവര് മുഴുവനും കടലിൽ വീണു ചത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് അക്രമമാണ്! നാട്ടുകാരെല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് വേഗം പോയിക്കോ, ഈ വചനപ്രഘോഷമൊന്നും ഇവിടെ വേണ്ട. 2000 പന്നിയാണ് പോയത്. അപ്പൊ ഈ പന്നിയുടെ ഇടയന്മാര് വന്നിട്ട് ചോദിക്കാൻ, ഞങ്ങളുടെ പന്നിയെല്ലാം പോയി, ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ഒരാൾ പറയാണ്, 2 ആത്മാവോ 2000 പന്നിയോ എന്താ വലുത്? ഇതാണ് കാര്യം. നമ്മൾ ഈ 2000 പന്നിയെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ കർത്താവിനെ സംബന്ധിച്ച് 2000 പന്നിയേക്കാൾ വിലയുള്ളതാണ് ഈ 2 ആത്മാക്കൾ. അപ്പൊ മനുഷ്യന്റെ വിലയേക്കാൾ കൂടുതൽ വസ്തുക്കളെ വില കൽപ്പിക്കുന്ന കാലഘട്ടമാണ്. അതാണ് ഇവിടുത്തെ വിഷയം. അയൽക്കാരനാകുന്ന ആ വ്യക്തിയെ സ്നേഹിക്കുക, ആ വ്യക്തിക്കുള്ള വില. ആ അർത്ഥത്തിലാണ് അഗസ്തീനോസ് പറഞ്ഞത്, ഒരു ക്രിസ്ത്യാനി കുതിരയ്ക്കുള്ള വിലയും അടിമയ്ക്കുള്ള വിലയും ചിന്തിക്കുന്നു. അപ്പോ മനുഷ്യൻ ഒരു കച്ചവട വസ്തുവായി മാറുന്നു. ഉപഭോക്തൃ സംസ്കാരമാണ് ഇപ്പോഴും. അതാണ് ഈശോ അവിടെ പറയുന്നതിന്റെ കാര്യം. അപ്പോ ഇവിടെ വിശുദ്ധ ഗ്രിഗറി പറയുന്നത്, ഇത്രയും കാലവും സഹിച്ചു കൊടുക്കേണ്ടി വന്നവർ നമ്മുടെ ലൗകിക വസ്തുക്കൾ പിടിച്ചു പറിക്കുന്നു. എന്നാൽ തടയേണ്ടവരുണ്ട്. അത് പരസ്നേഹത്തിന്റെ നിയമം ലംഘിക്കാതെ ആയിരിക്കണം.
നമ്മുടേത് പിടിച്ചു പറിക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടേത് പിടിച്ചു പറിച്ച് നശിക്കാതിരിക്കാൻ വേണ്ടിയും. നമ്മിൽ നിന്ന് എടുക്കുന്ന ജീവനില്ലാത്ത വസ്തുക്കളെ രക്ഷിക്കാൻ എന്നതിനേക്കാൾ കൂടുതലായി നമ്മെ പിടിച്ചു പറിക്കുന്നവരെ ഭയപ്പെടണം. അയൽക്കാരനുമായുള്ള സമാധാനം ലൗകിക വസ്തുക്കളെ കുറിച്ച് ഉപേക്ഷിക്കപ്പെടുമ്പോൾ നാം നമ്മുടെ അയൽക്കാരനേക്കാൾ കൂടുതലായി വസ്തുക്കളെ സ്നേഹിക്കുന്നുവെന്ന് വ്യക്തമാക്കും. അതാണ് അഗസ്തീനോസ്. മൂന്നാമത്തെ ഇനത്തിലുള്ള തെറ്റുകൾ ജോലിയെ സംബന്ധിക്കുകയാണ്. ചിലത് പകരം നേടൽ അംഗീകരിക്കുന്നു, ചിലത് അംഗീകരിക്കുന്നില്ല. അവ പകയോട് കൂടിയതോ അല്ലാത്തതോ ആകാം. ഒരുവൻ സേവനം ചെയ്യാൻ മറ്റൊരുവനെ നിർബന്ധിക്കുന്നു, ആ കുറ്റത്തിന് ശിക്ഷ നൽകാം, അല്ലെങ്കിൽ പകരമായി ജോലി ചെയ്യിക്കാം. ഇക്കാര്യത്തിൽ ക്രൈസ്തവ മനസ്സ് ഏറ്റവും ക്ഷമയുള്ളതായിരിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. കൂടുതൽ തയ്യാറായിരിക്കണമെന്നും പഠിപ്പിക്കുന്നു. അതാണ്, 1 മൈൽ ദൂരം കൂടെ പോകാൻ നിർബന്ധിച്ചാൽ 2 മൈൽ ദൂരം പോവുക. ഇത് കാൽപാദങ്ങൾ കൊണ്ടുള്ള സേവനത്തെക്കാൾ കൂടുതൽ മനസ്സുകൊണ്ടുള്ള സേവനമാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് സേവനത്തിന്റെ ഒരു കാര്യമാണ്. ആ സേവന മനോഭാവം നമുക്കുണ്ടാകുമ്പോൾ പിന്നെ അതൊരു ഭാരമല്ല. അല്ലെങ്കിൽ നമ്മൾക്ക് ഭാരമായിട്ട് തോന്നും. പിന്നെ എനിക്കിപ്പോൾ സമയമൊന്നുമില്ല, എനിക്ക് കൂടെ വരാൻ പറ്റില്ല, എനിക്കിതിനെ സഹായിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ ഭാര്യ എൻ്റെ പിള്ളേര് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈശോ വന്നത് അതാണ്. എന്താ ഈശോ പറഞ്ഞ വാക്ക്? ഞാൻ വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്. ആര്? ദൈവം മനുഷ്യനായി വന്നത് എന്തിനു വേണ്ടിയാ? ഒന്ന് ആലോചിച്ച് നോക്ക്. മനുഷ്യരായ നമ്മൾക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും മനുഷ്യരായ നമ്മളെ ശുശ്രൂഷിക്കാനാണ് ഈശോ വന്നതെന്ന്. ആ ശുശ്രൂഷാവരമാണ് എല്ലാ മനുഷ്യർക്കും ദൈവം തന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരാകണം. മറ്റുള്ളവരെ മുതലാളിയെ പോലെ അവരെ ഭരിക്കുന്നവരല്ല, ശുശ്രൂഷിക്കുന്നവരാകണം. എല്ലാവരും മറ്റൊരാളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ ആഗ്രഹമുണ്ടാകണം. അപ്പോൾ പ്രശ്നത്തിലെല്ലാം മാറ്റമുണ്ടാകും. അതാണ് ഈശോ എന്തിനു വന്നു. യേശുവിൽ കൃത്യമായി നമ്മൾ ഗാഢമായി ഘടിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഇത് സാധിക്കുള്ളൂ. അതാണ് പഴയ നിയമത്തിൽ രാജാക്കന്മാര്, പ്രവാചകന്മാര്, എന്നാൽ അവരിലും ഈ ആശയങ്ങളുണ്ട്. അതിനേക്കാൾ ഏറ്റവും കൂടുതലായി ദൈവം തന്നെ മനുഷ്യനായി വന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? അവന്റെ പാപങ്ങളൊക്കെ അവനെ ശിക്ഷിക്കാൻ വേണ്ടിയാണോ? അല്ല, അവന്റെ പാപങ്ങളിൽ നിന്നും അവനെ വിശുദ്ധീകരിച്ച് അവനെ ശുശ്രൂഷിക്കാൻ വേണ്ടി, അവനെ സ്നേഹിക്കാൻ വേണ്ടി, അവനെ ശുശ്രൂഷിക്കാൻ വേണ്ടി. എന്തോ ഒരു വലിയ രഹസ്യമാണത്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല. അപ്പൊ ഈ അഭിഷേകമാണ് നമ്മളെല്ലാവരിലേക്കും മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഈ അഭിഷേകം നമ്മളിലേക്ക് കിട്ടിയിരിക്കുന്നു. ഈശോയുടെ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്ന വചനം നിങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളിലുള്ള സ്വാർത്ഥത, നമ്മളിലുള്ള അഹങ്കാരം, നമ്മളിലുള്ള ദേഷ്യം, കോപം, ഇതെല്ലാത്തിൻ്റെയും കാരണം നമ്മൾ ഈ ശുശ്രൂഷ ആണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ജീവിതം ദൈവത്തെ ശുശ്രൂഷിക്കുക, മനുഷ്യരെ ശുശ്രൂഷിക്കുക. ഇങ്ങനെയൊന്ന് മനസ്സിലാക്കിയാൽ ചിലപ്പോ ഒരു ഗുണമുണ്ടാവും. അപ്പോ ഫരിസേയര് ദൈവത്തെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നുണ്ട്, ബലിയർപ്പിക്കുന്നുണ്ട്, കാളേനെയും ആടിനെല്ലാം കൊന്ന് ബലിയർപ്പിക്കുന്നു. പക്ഷെ മനുഷ്യരോട് സ്നേഹമില്ല. മനുഷ്യരെ കാണുമ്പോൾ അവന് വെള്ളം കൊടുത്തു പോരുത്, അവൻ സമരിയക്കാരനാണ്, അവരുമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല. വെള്ളം പോലും അവരുടെ അടുത്ത് കുടിക്കാൻ പാടില്ല. മനസ്സിലായിട്ടുണ്ടോ? അവനെ തൊട്ടു പോകരുത്, അവന്റെ വീട്ടിൽ പോകരുത്. ഒന്ന് ആലോചിച്ചേ. നിയമം എല്ലാവർക്കും അറിയാം, പക്ഷെ നിയമത്തിന്റെ അന്തരാർത്ഥം അറിഞ്ഞൂടാ. നിയമത്തിന്റെ അന്തരാർത്ഥം എന്താ? ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ മനുഷ്യരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, കൊച്ചുരേസ്യ പുണ്യവതിയുടെ പുസ്തകം ഞാൻ പറഞ്ഞു, നവമാലിക, നിങ്ങൾ അത് വായിക്കണം. ആ കൊച്ചു ത്രേസ്യക്ക്, ആ കൊച്ചിനെ എന്തോ ഒരു വലിയ വെളിപ്പെടുത്തലുകളാണ് ദൈവം കൊടുത്തേക്കുന്നത്. കാരണം ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ഇതേ വചനങ്ങൾ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. ഇതേ വചനങ്ങൾ തന്നെ എടുത്ത് ദുഷ്ടനെ എതിർക്കുന്ന സന്ദർഭങ്ങൾ വന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി അകന്നിട്ടുണ്ട്. കാരണം നമ്മൾ എതിർക്കരുത്. അതോടൊപ്പം ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതായിട്ട് മാറണം, ശുശ്രൂഷിക്കുന്നതായിട്ട്. അതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി
മോചനദ്രവ്യമായി നൽകാനും അത്രേ. അപ്പോൾ 1 മൈൽ ദൂരം കൂടെ പോകാൻ നിന്നെ നിർബന്ധിച്ചാൽ 2 മൈൽ ദൂരം പോകുക. ഇത് കാൽപാദങ്ങൾ കൊണ്ടുള്ള സേവനത്തെക്കാൾ കൂടുതൽ മനസ്സുകൊണ്ടുള്ള സേവനമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ മറ്റൊരാളോടുണ്ടാകേണ്ട മനോഭാവമാണ് ഇവിടുത്തെ കാര്യം. നമ്മുടെ ഹൃദയത്തിൽ മറ്റൊരാളോടുണ്ടാകേണ്ട മനോഭാവം. വിശുദ്ധ ക്രിസോസ്റ്റം പിതാവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അനീതിപൂർവം കാരണമില്ലാതെ ചീത്ത പറഞ്ഞുകൊണ്ട് വലിച്ചുകൊണ്ട് പോവുക എന്നത് സൂചിപ്പിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അനീതിപൂർവം കാരണമില്ലാതെ ചീത്ത പറഞ്ഞുകൊണ്ട് വലിച്ചുകൊണ്ട് പോവുക എന്നത് സൂചിപ്പിക്കുന്നു. അതാണ് വിശുദ്ധ അഗസ്തീനോസ്. അതുകൊണ്ട് നമുക്കിങ്ങനെ സങ്കല്പിക്കാം, അവനോടുകൂടെ 2 മൈൽ പോവുക എന്നത് പൂർണ്ണസംഖ്യയെ കാണിക്കാനാണ്. 3 എന്ന സംഖ്യ പൂർണ്ണതയെ കാണിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നവൻ പൂർണ്ണ നീതി നിറവേറ്റുമെന്ന് ഓർമ്മിപ്പിക്കണം. ഇക്കാരണത്താൽ അവിടുന്ന് 3 മാതൃകകളുടെ കീഴിൽ ഈ കൽപ്പന നൽകുന്നു. 3-ാം മാതൃകയിൽ 1-നോട് ഇരട്ട അളവ് ചേർക്കുന്നു. അങ്ങനെ 3 എന്ന സംഖ്യ പൂർണ്ണമാക്കുന്നു. 1 മൈൽ ദൂരം കൂടെ പോകാൻ നിന്നെ നിർബന്ധിച്ചാൽ 2 മൈൽ ദൂരം പോവുക. അതാണ്. അല്ലെങ്കിൽ അവിടുന്ന് ഈ കടമ ചെയ്യാൻ നിർബന്ധിക്കുമ്പോൾ സഹിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് ആദ്യം പറയുന്നു, ക്രമേണ വർദ്ധിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സൂത്രമാണ്. കാരണം വലത്തെ കർണത്തെ അടിക്കുന്നവനെ മറ്റേ കർണം കൂടി കാണിക്കുകയെന്ന് ഇങ്ങനെ ഈ കൽപ്പന തുടങ്ങുന്നു. സ്വീകരിച്ചു കഴിഞ്ഞതിനേക്കാൾ ലഘുവായത് സ്വീകരിക്കാൻ പറയുന്നു. രണ്ടാമതായി, നിന്റെ കോട്ടെടുക്കുന്നവൻ നിന്റെ വസ്ത്രത്തിന്റെ പകുതിയെ എടുക്കുന്നുള്ളൂ. അതേറെക്കുറെ ഒരു നഷ്ടമാണ്. ചിലപ്പോൾ അല്പം കൂടിയ നഷ്ടമായിരിക്കും. 3-മതായി, നാം സഹിക്കേണ്ട നഷ്ടം ഇരട്ടിയാക്കുന്നു. വീണ്ടും കൂടുതൽ ദയവ് കാണിച്ചില്ലെങ്കിൽ ചെറിയ ദ്രോഹമുണ്ടാകും. അവിടെ നിന്ന് കൂട്ടിച്ചേർക്കുന്നു, ചോദിക്കുന്നവന് കൊടുക്കുക. വിശുദ്ധ ക്രിസോസ്റ്റം, സ്വത്ത് നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാണ്. ദൈവം നമ്മെ അവിടുത്തെ സ്വത്തിന്റെ നോട്ടക്കാരിയായി നിയമിച്ചു, ഉടമസ്ഥരായിട്ടല്ല. ക്രിസ്ത്യാനിക്ക് അറിയോ ഇത്? നസ്രാണി കവഴ്ന്ന് വീണ കാപ്പണം എന്നാണ് നമ്മൾ കേട്ടേക്കുന്നത്. സ്വത്ത് നമ്മുടേതല്ല, നമ്മൾ അതിന്റെ നോട്ടക്കാരനാണ്. ദൈവം നമ്മെ അവിടുത്തെ സ്വത്തിന്റെ നോട്ടക്കാരിയായി നിയമിച്ചു, ഉടമസ്ഥരായിട്ടല്ല. കാരണം നമ്മൾ പോകുമ്പോ ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോണം. ഇപ്പൊ കണ്ടില്ലേ, കൊറോണ അതിഭയാനകമായി വന്നു. വലിയ വലിയ ആളുകൾ ഇന്നലെ കാണുന്നവരെ ഇന്ന് കാണുന്നില്ല. സകലതും ഇട്ടിട്ട് പോകേണ്ടി വരുന്നില്ലേ? ഇതെല്ലാം ഉണ്ടായിട്ടും വല്ല പ്രയോജനമുണ്ടോ? അപ്പോൾ ദൈവം തന്നാലേ നമുക്ക് എന്തെങ്കിലും ഉള്ളൂ. ആ ദൈവം തരുന്നത് ദൈവമാണ് തരുന്നതെന്നും അത് ദൈവത്തിൻ്റെതാണെന്നും നമ്മളൊന്ന് മനസ്സിലാക്കുക. നമുക്കുള്ള എല്ലാ സമ്പത്തും ദൈവത്തിൻ്റെതാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് വേണ്ട മാതിരി മറ്റുള്ളവർക്ക് കൊടുക്കാൻ ദൈവം ശുശ്രൂഷിക്കാൻ വന്നിരിക്കുന്ന ശുശ്രൂഷ നമ്മളിലൂടെ നടത്തുന്നു. അപ്പോൾ വാസ്തവത്തിൽ എന്താ, നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം എന്തിനാണ്? ഇപ്പോ സ്വത്തിനാണോ, സമ്പത്തിനാണോ, സ്ഥാനമാനങ്ങൾക്കാണോ, അതോ ഈശോ മിശിഹായ്ക്കാണോ? ഇതാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ചുറ്റുപാടും കാണുന്ന ആക്രാന്തം ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടിയും ജോലിയിൽ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയും എന്തെല്ലാം തരത്തിലാണ് മനുഷ്യർ പരക്കം പായുന്നത്. എന്നാൽ ഈശോയെ കുറിച്ച് ധ്യാനിക്കാനോ ഈശോ പറഞ്ഞ വചനത്തിന് 1-ാം സ്ഥാനം കൊടുക്കാനോ നമ്മൾ ഇനിയും എത്രത്തോളം ഉയരേണ്ടതുണ്ട്. എന്റെ ഈ വചസ്സുകൾ കേൾക്കുകയും ഇതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യന് തുല്യമായിരിക്കും. നമ്മൾ അതുകൊണ്ട് ഈ നമുക്കുള്ള എല്ലാ സ്വത്തുകളെക്കാളും സ്ഥാനമാനങ്ങളെക്കാളും കൂടുതൽ കാമ്യം ഈശോയും ഈശോയുടെ വചനവുമാണ്. ഈശോയുടെ വചനമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ വചനത്തിന് ലോകത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. നമ്മുടെ ജീവനെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. നമ്മുടെ കുടുംബത്തെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. സീസറിനുള്ളത് സീസറിനും, ദൈവത്തിനുള്ളത് ദൈവത്തിനും. സീസറിനുള്ളത് സീസർ, അത് പണം, അത് സീസറിന്റെ. ദൈവത്തിനുള്ളത് ദൈവത്തിനും, അത് നമ്മൾ. ഇവിടെ നമുക്ക് നിർത്താം. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.